ഇന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നൊരു ദിവസം. ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിരുന്നു. ഒരു ജോലി ലഭിക്കാതെ എന്തിനാണ് ഉള്ള ജോലി റിസൈൻ ചെയ്തതെന്ന്. എൻ്റെ പേര് സ്റ്റെറിൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു അധ്യാപികയാണ്. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ജനുവരി 17 10 വർഷത്തോളമായി വിവിധ പ്രൈവറ്റ് സ്കൂൾസിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. 10 വർഷത്തെ പ്രൈവറ്റ് സ്കൂൾ ജീവിതം ഞാൻ 2023 റിസൈൻ ചെയ്തു. അപ്പോൾ എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിരുന്നു. ഒരു ജോലി ലഭിക്കാതെ എന്തിനാണ് ഉള്ള ജോലി റിസൈൻ ചെയ്തതെന്ന്. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ആൻറ്റിയും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളൂ, നിൻ്റെ ആഗ്രഹം മാതാവ് നടത്തിത്തരുമെന്ന്. ഇവിടെ വരുമ്പോഴും എനിക്ക് പേടിയായിരുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയില്ല. ഒരു വചനം പോലും, സങ്കീർത്തനങ്ങൾ 91 അല്ലാതെ ഒരു വചനം പോലും എനിക്ക് കാണാതെ പറയാനറിയില്ല. എന്ത് ചെയ്യണമെന്നുള്ള, ഉടമ്പടി എനിക്ക് നിർത്തിപ്പോകുമോ, എനിക്ക് തുടർന്നു കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള പേടിയിലാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഞാൻ വന്ന സമയത്ത് ഞാൻ ആദ്യം കേട്ട ഒരു കാര്യം, അച്ഛനിവിടെ പറഞ്ഞു, ഈശോ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റൂന്ന്. ആ ഒരു വാക്ക് എന്നെ ഒരുപാട് സ്പർശിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉചിതമായൊരു തീരുമാനമായിരുന്നു അത്. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഇനി ഉടമ്പടി ഇല്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് നേടിത്തന്നു. കഴിഞ്ഞ വർഷം ജൂൺ 2 ഞാൻ സർവീസിൽ കയറി. 1 വർഷമായിപ്പോൾ. എനിക്കിവിടെ വന്ന് സാലറി കിട്ടിയ ശേഷം സാക്ഷ്യം പറയാം എന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നൊരു ദിവസം. അതുപോലെ തന്നെ ഞാൻ വളരെയധികം മൈഗ്രെയിൻ എന്നൊരു അസുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമിച്ചിരുന്ന ഒരാളാണ്. എനിക്കൊരു കാര്യവും പൂർത്തീകരിക്കാൻ പറ്റില്ലായിരുന്നു. 2012 ഞാൻ എൻ്റെ ഡിഗ്രിയും BEdും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ PG ചെയ്യുന്നത്. അങ്ങനെ ആ PG ചെയ്യുന്ന സമയത്ത് എനിക്ക് അതികഠിനമായ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, ഞാൻ പഠിച്ച സമയത്തുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, സിലബസ് എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് അവസാന പരീക്ഷ എഴുതുമ്പോൾ പോലും ഞാൻ ഇത് ക്വിറ്റ് ചെയ്താലോ എന്ന് പലതവണ ആലോചിച്ചു. പക്ഷേ മാതാവ് എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരുന്നു. ഞാൻ പരീക്ഷ എഴുതി. എൻ്റെ കോളേജിൽ, ഞാനൊരു മലയാള അധ്യാപികയാണ്, എൻ്റെ കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് ഞാനാണ് PGക്ക്. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ ഈശോ ഇവിടുന്ന് എനിക്ക് തന്ന ഉപ്പ്, തൈലം, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എന്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഞാൻ പോകുന്നത്. ഞാൻ പരീക്ഷാ ഹാളിൽ ഞാൻ ഇരിക്കുന്ന ചെയറിന് താഴെയായിട്ട് ഞാൻ ഉപ്പ് വിതറിയിടും. അതുപോലെ മൈഗ്രെയിൻ വരുമ്പോൾ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മൈഗ്രെയിൻ നന്നായി മാറി. ഇപ്പോഴും ഇത് പറയുമ്പോൾ എനിക്ക് ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ധൈര്യവും എൻ്റെ നാവിൽ ആ കാര്യങ്ങളൊക്കെ ഈശോ തരുന്നതാണെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാൻ വളരെയധികം സന്തുഷ്ടയാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കിട്ടുന്നില്ലായിരുന്നു. എന്തൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഈശോ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ. ഈ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ കാര്യങ്ങളിലും ഈശോയുടെയും മാതാവിൻ്റെയും
കരുതലും സ്നേഹവും എനിക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും ഈശോയോട് ചോദിച്ചിട്ടും മാതാവിനോട് ചോദിച്ചിട്ടുമാണ് ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ആദ്യം അവരോട് പെർമിഷൻ ചോദിക്കാൻ എൻ്റെ മനസ്സിൽ സ്വയം തോന്നും. അതുപോലെ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ആത്മീയ പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ ചെയ്തിരുന്നു. ഒരു വചനം പോലും ബൈഹാർട്ട് പറയാൻ പറ്റാതിരുന്ന ഞാൻ ഇപ്പോൾ ധാരാളം വചനങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നുണ്ട്. എൻ്റെ പരീക്ഷയ്ക്ക് എന്നെ സഹായിച്ച വചനമാണ് നെഹെമിയ 2:20, സ്വർഗത്തിലെ ദൈവം നിനക്ക് വിജയം നൽകും. അതുപോലെ ലൂക്ക 18:27, അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയത്. സഹായിക്കാൻ കഴിയുന്നവരെ എല്ലാം ഞാൻ സഹായിച്ചിട്ടുണ്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്നോട് മാതാവ് പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അവർക്ക് നീ എന്തെങ്കിലും ചെയ്യണമെന്ന്. എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥന മുടക്കാറില്ല, ദിവ്യബലി മുടക്കാറില്ല, കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കില്ല. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കും. ഈ ഉടമ്പടി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഇനി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അവസാനമായ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരുപാട് പേര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു കടുകുമണിയോളം എങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതം കാണാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കൂ. 91 സങ്കീർത്തനം 4-ാം തിരുവചനം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. സ്റ്റെറിൻ എന്ന ഈ അധ്യാപിക വളരെ സങ്കടത്തോടു കൂടി വന്ന് ഇവിടെ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരുടെ ഒരു നിയോഗമായിരുന്നു തനിക്കൊരു ഗവൺമെൻറ് ജോലി, ഒരു ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാകണമെന്നുള്ളത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് അവരുടെ വലിയ ജീവിത സങ്കടം ലഘൂകരിച്ച് എടുത്തു മാറ്റിയത്. ഈശോ അവരെ അതിനെ വലുതായി അനുഗ്രഹിച്ചു എന്നാണ് സ്റ്റെറിൻ എന്ന ഈ ടീച്ചർ ഇവിടെ ഏറ്റുപറയുന്നത്. തൻ്റെ ജീവിത സമയത്തുണ്ടായ എല്ലാ സങ്കടങ്ങളിലും ഉടമ്പടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, അത് പരിപൂർണതയിൽ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള സങ്കടമായിരുന്നു. പല മക്കളും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തതിന് ശേഷം അവർ പറയുന്നത് എൻ്റെ കാര്യങ്ങൾ എപ്പോൾ സാധിക്കും എന്നുള്ള ആകുലതയാണ്. മറിച്ച് ഇവിടെ സ്റ്റെറിൻ ഏറ്റു പറയുന്നത് എനിക്കെൻ്റെ ഉടമ്പടി വിശ്വസ്തയോടുകൂടി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയാണ്. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, അവസാനത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം എങ്ങനെയാണ്? ദൈവഭയം. ദൈവം എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം നമുക്കുണ്ടെങ്കിൽ നാം എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഈ വാഗ്ദാനം പ്രാപിക്കാനായി 4 കടമ്പയുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മരുഭൂമി കടക്കണം, ചെങ്കടൽ കടക്കണം, ജെറീക്കോ ഇടിച്ചു നിരത്തണം, അങ്ങനെ അച്ഛൻ നമ്മോട് 4 കടമ്പകൾ പറയുന്നുണ്ട്. ആ കടമ്പയിലെല്ലാം കടന്ന് നാം ഈശോയിലേക്ക് എത്തുന്ന ഒരു വലിയ സൗഭാഗ്യ നിമിഷത്തിലാണ് ഇന്ന് സ്റ്റെറിൻ ടീച്ചർ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ മൈഗ്രെയിൻ എന്ന വലിയ അസുഖം, തലവേദന ഈശോ തൊട്ട് സുഖപ്പെടുത്തിയതായി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പരീക്ഷ നന്നായി എഴുതുവാനും കോളേജ് ടോപ്പറായി ദൈവം ഉയർത്തി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഇന്ന് ഈശോയുടെ മുൻപിലൊരു 0 ആയി നിന്നപ്പോൾ ഈശോ ഒരു ഹീറോ ആക്കി ഉയർത്തിയ വലിയ സാക്ഷ്യത്തിന് സ്റ്റെറിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമാനമായ ജീവിത പ്രതിസന്ധികളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.